2013 ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമ ഡാഷ് ആണ്. മലയാളം എനിക്ക് 3-4 പടം ഇഷ്ടമാണ്. 24 കഥ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായ പടമാണ്. അനിയൻ റസൂൽ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ എനിക്ക് പടം ഇഷ്ടം ഇല്ലെങ്കിൽ പോലും ഐ വുഡ് ഹാവ് സെഡ് ദ സെയിം സ്റ്റേറ്റ്മെന്റ്. ലഞ്ച് ബോക്സ്, ഷിപ്പ് ഓഫ് തെസ്യൂസ്, ഓഫ് കോഴ്സ് കടൽ കടന്ന മാത്തുക്കുട്ടി ഈസ് മൈ ഫേവറേറ്റ്. ഒരു പുരാണ കഥാപാത്രമായിട്ട് സ്വയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡാഷ് ആണ്. ഐ എം ലൈക്ക് ദിസ്. മണ്ടോദരി രാവണന്റെ ഭാര്യ. യെസ്, മണ്ടോദരി അത്ര സെലിബ്രേറ്റഡ് ക്യാരക്ടർ അല്ല നമ്മുടെ ഹിസ്റ്ററിയിൽ. ലൈക്ക് യു ഓൾസോ ആസ് മണ്ടോദരി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈക്ക് വിൽ ബി പാഞ്ചാലി, സീത, അങ്ങനെ കുറച്ചും കൂടെ സോ കോൾഡ് ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. മണ്ടോദരി അങ്ങനെയാണ്. മണ്ടോദരി അത്രയും ഒരു സെലിബ്രേറ്റഡ് ക്യാരക്ടർ അല്ല. വെരി നോളജബിൾ പേഴ്സൺ, ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്, മീൻസ് കഥാപാത്രമാണ് മണ്ടോദരി. സോ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് റോളുമാണ്, അതുകൊണ്ട് മണ്ടോദരി ഈസ് മൈ ഫേവറേറ്റ് പിക്ചർ. ബട്ട് ഐ ലൈക്ക് ദ ആൻസർ ഓഫ് മണ്ടോദരി. സോ ഒരു മുത്തുമണി മണ്ടോദരിക്ക് വേണ്ടി, വീണ്ടും ഒരു മുത്തുമണി മണ്ടോദരിക്കായി. സോ മുത്തുമണി സോമസുന്ദരൻ, ടെൽ മീ, ഇന്നത്തെ പല നടന്മാരും നടിമാരും നാടകം ചെയ്യണം, ശീലിക്കണം. ട്രൂ ഓർ ഫാൾസ്? We can't compel them. You should do play എന്ന് പറയാൻ പറ്റില്ല. It's good for every artist. ഇന്നത്തെ കാലത്ത് നാടകം വഴി സിനിമയിൽ എത്തുന്നതിനേക്കാൾ എളുപ്പമാണ് നാടകം ഇല്ലാതെ സിനിമയിലെത്താൻ. നാടകം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോട്ട് എ ക്രൈറ്റീരിയ ടു ഗെറ്റ് ഇൻ ടു മൂവീസ്. ഓഫ് കോഴ്സ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ തിയേറ്റർ ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി വെറ്ററൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം രഞ്ജിത്ത് സാർ, രഞ്ജിത്ത് സാർ വാസ് എ തിയേറ്റർ, നെടുമുടി വേണു സാർ, പി ബാലേന്ദ്രൻ സാർ, ഒത്തിരി പേരുണ്ട്. ഇപ്പം ലാൽ സാർ, മമ്മൂട്ടി സാർ, ഇവരൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവർ രണ്ടാം മുഴമൊക്കെ മമ്മൂട്ടി സാറിൻ്റെ രണ്ടാം മുഴത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എന്താ പറയുക ഗേറ്റ് എൻട്രി ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ അങ്ങനെ ഗേറ്റ് എൻട്രി അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ആണ് നാടകത്തിന്റെ എനിക്ക് എൻട്രി തിയേറ്റർ ആയിരുന്നു. ദാറ്റ് ഐ ക്യാൻ സേ. രഞ്ജിത്തിന്റെ പരീക്ഷണത്തിന് ഒരു വ്യത്യസ്തത ഉണ്ട്. ഐ മീൻ അത് സ്റ്റാൻഡ് അലോൺ ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇറ്റ്സ് യുണീക്ക്. ഒരു എന്താ പറയുക, ഒരു നല്ല പൊസിഷനിങ് ഉണ്ട്. ആ എക്സ്പെരിമെൻസിനൊക്കെ തന്നെയും ഒരു പ്രത്യേകതയും ഒരു പ്രത്യേക പൊസിഷനിങ്ങും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേരള കഫേ ആ സമയത്ത് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. രസമുള്ള ചിത്രങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പലതും നമുക്ക് ഇഷ്ടമുള്ള ആ അറ്റംപ്റ്റ് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നന്ദനം എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. കാരണം ഞാൻ ദൈവമായിട്ട് സംസാരിക്കണം എന്ന് ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ആരെങ്കിലും മൂഡ് ഔട്ടാണ്, പലരും സ്ഥലത്തില്ല, അല്ലെങ്കിൽ അമ്മ അവൈലബിൾ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മൂഡ് ഔട്ടൊക്കെ വന്നാൽ ഞാൻ അങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണ്. സോ ഐ ക്യാൻ ഈസിലി കണക്ട് ടു ദാറ്റ് ക്യാരക്ടർ. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, അങ്ങനെ ആരും സ്ഥലത്തില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ സിനിമയെ തേടി പോവാറില്ല, സിനിമ എന്നെ തേടി വരണം. ട്രൂ ഓർ ഫാൾസ്? എന്നെ തേടി വരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു വാശി അഹങ്കാരമായിപ്പോൾ. പക്ഷെ അധികം ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ല തിയേറ്റർ മൂവി ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. You don't do that? Don't do that എന്നുള്ളതല്ല, എനിക്ക് എഫേർട്ട് ഇടുന്നതിന് മുമ്പ് രസതന്ത്രം കയ്യിൽ വന്ന് കിട്ടിയ സാധനം. ഇറ്റ് വാസ് എ വെരി എന്താ പറയുക ബ്ലെസ്സിങ്. എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള വലിയ ബ്ലെസ്സിങ്ങുകളിലൊന്നാണ് ആ രസതന്ത്രത്തിൻ്റെ ഓഫർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്കുള്ളത് പലതും അതിൻ്റെ റെഫറൻസിൽ വന്ന് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അഗെയിൻ മാത്തുക്കുട്ടി വാസ് അനദർ മേജർ തിങ്. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഓഫറായിരുന്നു അത്. വൈ എക്സാക്ട്ലി എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ല. എങ്ങനെയാണ് ഇത് എൻ്റെ അടുക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ. കോൺട്രവേഴ്ഷ്യൽ കോൺസ്പിറസിയാണ് ഈ ചോദ്യം. ആൻഡ്രിയ ഫഹദ് ലവ് സ്റ്റോറി ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. നോട്ട് അറ്റ് ഓൾ. എനിക്ക് പണ്ടേ അറിയാം, എനിക്കറിയില്ല, ഞാൻ പണ്ടേ സാക്ഷിയായിട്ടുണ്ട്. ആൻഡ്രിയയുടെ കൂട്ടുകാരിയായിരുന്നല്ലോ. വർക്ക് നടക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നല്ല റാപ്പുമാണ്. എനിക്ക് ഐ മീൻസ് എൻ്റെ മോശം ട്രേറ്റുള്ള ഒന്നാണ്. ഐ എം വെരി ബാഡ് ഇൻ കീപ്പിംഗ് റിലേഷൻസ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത പിന്നീട് മാഗസീൻസിൽ കണ്ടപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. ആണോ? ശരിയെന്നോ തെറ്റെന്നോ ചോദിക്കാനുള്ള ഒരു പിന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ പേഴ്സണൽ ലൈഫിൽ ഒരാളുടെ ഇടയ്ക്ക് ചോദിച്ചിട്ട് ഹേയ് ആർ യു ഇൻ എ റിലേഷൻ വിത്ത് സംബഡി എന്ന് ചോദിക്കേണ്ട ഇഷ്ടമല്ല. അതെ, ഐ ഡോണ്ട് ലൈക്ക് എനിബഡി ആസ്കിങ് മീ എന്നുള്ളത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ ഐ ഷുഡ് റെസ്പെക്ട് ദാറ്റ്. ബട്ട് എന്നാലും ഇങ്ങനെ ലവ് സ്റ്റോറി കേട്ടപ്പോൾ അന്നയും റസൂലും ലവിലാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഐ വാസ് ഹാപ്പി. ഐ ലൈക്ക് ദം ബോത്ത് ടുഗദർ. ആണോ? ഓൺ സ്ക്രീൻ കണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു രണ്ടുപേരും. ഈ കോൺസ്പിറസിക്ക് കറക്റ്റായി ഉത്തരം പറഞ്ഞതിന് യവികോ രണ്ട് മുത്തുമണി. അതെ. സിനിമയിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യം. അങ്ങനെ ഒരു സിസ്റ്റത്തെ കുറിച്ച് എന്താ തോന്നുന്നു? അങ്ങനെ വേണമെന്നുണ്ടോ? ഐ മീൻ ടു ബി an established actor, to have a safe ground. ഈ ആൻസർ നമ്മൾ കുറച്ചും കൂടി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഐ ഷുഡ് ബി സമൺ വിത്തിൻ ദ സിസ്റ്റം, ഇൻസൈഡ് ദ സിസ്റ്റം. ഇതുവരെ ഞാൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരാളായിട്ടില്ല. ഒരു ചിത്രം ചെയ്യും തിരിച്ചു പോകുന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കതങ്ങനെ
കൃത്യമായിട്ട് പറയാനായിട്ടുള്ള മീൻസ് ഐ ഡോണ്ട് നോ ഇറ്റ്. ഐ മീൻ ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ഓറിയന്റേഷൻ അത് കിട്ടുമായിരുന്നല്ലേ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും? അങ്ങനെയല്ല, ഇപ്പം ഞാൻ പറയും ഏതൊരു ചിത്രം വരുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോഴും ഐ വിൽ ഓൾവേസ് സ്പീക്ക് ടു സത്യൻ സാർ ആണ്. സാറിൻ്റെ ഇടയ്ക്ക് ചോദിക്കും ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്. ഹി വിൽ നെവർ സേ നോ, ഇന്നവരെ സാർ അത് ചെയ്യരുത് അങ്ങനെയൊന്നും ഒരിക്കലും പറയാം. പക്ഷേ എനിക്ക് സാറിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്തൊരു ആൻസറാണ് ഞാൻ പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. അത് ഇറ്റ് വാസ് ഓൾവേസ് ദർ. ഈവൻ എനിക്ക് എൻ്റെ നമ്പർ രഞ്ജിത്ത് സാറിന് കൊടുത്തതും മീൻസ് രഞ്ജിത്ത് സാർ നമ്പർ എടുത്തതും സത്യൻ സാറിൻ്റെ അടിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. മേ ബി ഇനി ഗോയിങ് ഫോർവേഡ് ഐ വിൽ ബി കൺസൾട്ടിങ് ബോത്ത് ഓഫ് ദം ഐ ഗെസ്. മീൻസ് ഒരു ഗോഡ് ഫാദർ എന്നുള്ളൊരു പൊസിഷനിങ് അല്ല, നമുക്കൊരു ഗുരുതുല്യനായിട്ടുള്ള ഒരാളോടുള്ള ഒരു കൺസൾട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ അകത്തുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ജസ്റ്റ് എ ഗോഡ് ഫാദർ. അഡ്വക്കേറ്റ് മുത്തുമണി പറയൂ, നിയമത്തിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ഉണ്ടല്ലോ, ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട് നിയമത്തിൽ. ഉണ്ടോ? ഓ, എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാത്തിലും ഉണ്ടെന്നുള്ളത്. ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഇല്ലേ എന്ന് ചിന്തിച്ചു പോകും. എനിക്ക് കുറച്ച് ക്രേസി ക്വസ്റ്റ്യൻസ് ഉണ്ട് സത്യത്തിൽ ഈ അഡ്വക്കേറ്റ്സിനെ കുറിച്ച്, വക്കീലന്മാരെ. എന്റെ ഫോണൊന്നും എടുക്കട്ടെ, എന്റെ വക്കീൽ ഫ്രണ്ട്സിന്റെ എടുക്കാതിരിക്കും ചോദിക്കട്ടെ ഉത്തരം പറയണമെങ്കിൽ. ക്വസ്റ്റ്യൻ നമ്പർ 1, വക്കീൽ മുത്തുമണി എപ്പോഴെങ്കിലും കേസ് വാദിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പാസ് ഔട്ട് ആയിട്ട് ഉടനെ തന്നെ വർക്ക് ചെയ്യായിരുന്നു. സോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഓഡിറ്റ് ആൻഡ് ട്രെയിനിങ്, പിന്നെ HR. അപ്പോൾ ഒരിക്കലും ലീഗൽ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ. മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ വക്കീലാണ്. അതുപോലെ എത്ര വക്കീലന്മാരുണ്ട് മലയാള സിനിമയിൽ? കുറച്ചധികം വക്കീലന്മാരുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ ലോയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോൻ, രണ്ടുപേരും എനിക്കൊന്ന് KLA ട്രിവാൻഡ്രം ലോ കോളേജ് അല്ലെങ്കിൽ KLA ആണ്. പിന്നെ ബാലേന്ദ്ര മേനോൻ സർ. ഇൻഫാക്ട് ഞാൻ എൻറോൾ ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ സെഷനിലാണ് സർ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ബാബുരാജ് ലോയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. റെഡ് വൈൻ്റെ ഡയറക്ടർ. സോ ലോ ഫ്രട്ടേണിറ്റി ഈസ് വെരി സ്ട്രോങ്. വെൽ, അപ്പോൾ സിനിമയ്ക്കകത്ത് ഒരു കേസ് ഉണ്ടായ വാദിക്കാൻ ആദർശത്തിന് വക്കീലന്മാരുണ്ട്. ബ്ലാക്ക് കോട്ട് എന്തിനാണ് ഇടുന്നത് വക്കീലന്മാർ? അത് നമ്മളുടെ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം യൂറോപ്യൻ സിസ്റ്റത്തെ, നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ദേ യൂസ് ടു ഹാവ് എ ബ്ലാക്ക് റോബ് അന്നത്തെ കാലത്ത്. അത് സ്റ്റിൽ വി ആർ കണ്ടിന്യൂയിങ് ഉള്ളതാണ്. നിയമം തെറ്റിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ, പിടിച്ചിട്ടുണ്ടോ, തിരുത്തിയിട്ടുണ്ടോ? ആസ് ആൻ അഡ്വക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ആസ് എ എന്താ പറയുക സിറ്റിസൺ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. എന്തെങ്കിലും റോങ് സൈഡ് ഓവർടേക്കിംഗ് അല്ലെങ്കിൽ സിഗ്നൽ ബ്രേക്കിംഗ്, കൂടുതലും ഡ്രൈവിംഗ് റിലേറ്റഡ് സാധനങ്ങളാണ്. അതിൽ ഇമ്മീഡിയറ്റ്ലി ഇതായിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടി ക്യൂ തെറ്റിക്കുക ഇത്യാദി സാധനങ്ങളൊക്കെ വന്നാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യാറുണ്ട്. ഇത്രയും നേരം വക്കീലന്മാരെ കുറിച്ച് പറഞ്ഞു തന്നതിന് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നത്, സ്പെഷ്യൽ ഗിഫ്റ്റ്, എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്, ഇതുവരെ ആർക്കും കൊടുക്കാത്ത ഗിഫ്റ്റ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, പിന്നെ ഈ സിനിമയിൽ കാണുന്ന കോടതിയാണോ റിയൽ ലൈഫിൽ? ആണ്, പക്ഷെ അത്രയും ഗ്ലാമർ വേർഷൻ അല്ല. മീൻസ് അത്രയും എന്താ പറയുക, നോട്ട് ഓൺ എ ബിഗർ ക്യാൻവാസ്. ഇറ്റ്സ് കുറച്ചും കൂടി ചെറുതാണ്. ഈ പറഞ്ഞ ഒച്ചയും ബഹളവും ഇല്ല, ലോയർ തമ്മിലുള്ള. ശരിക്കും നിങ്ങൾ മാസ്ക് ഒക്കെ നാടകത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്നല്ലേ ഇതുപോലെ? ഞാൻ ചെയ്തിട്ടുള്ള പ്ലേയിലൊക്കെ മാസ്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്നവരെ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല. Okay, then I'm giving you a chance. Yes, you're giving me a chance. 5 വർഷം മലയാള സിനിമയിൽ ഞാൻ ഇടവേള കൊടുത്തു. സത്യത്തിൽ അത് പാടില്ലായിരുന്നു. 5 വർഷം ഇടവേളയില്ല. ഇടയ്ക്കൊരു ഞാൻ ജോലിയിൽ നിന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്ത സമയത്ത് മാണിക്കക്കല്ലിൽ വന്ന് ചെയ്തിട്ടുണ്ട്. I don't regret ആ ബ്രേക്കിൻ്റെ സമയം. കാരണം 5 years in a corporate world, not exact 5 years, almost 5 years in a corporate world groomed me a lot. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുക, ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുക, ഇനി അതിനുള്ള സമയം അല്ലെങ്കിൽ ഇനി അതിനുള്ള കാലം അല്ല മുത്തുമണിക്ക്. ചെറിയ സിനിമയുടെ മോശം ചിത്രത്തിൽ വലിയൊരു കഥാപാത്രം കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ലൊരു ചിത്രത്തിൽ ചെറിയൊരു കഥാപാത്രം കിട്ടുന്നു. സത്യൻ അന്തിക്കാട് എന്നൊരു ഡയറക്ടർ മുത്തുമണി അന്ന് TV-യിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുത്തുമണി ഇന്നും ഒരു നാടക നടിയായി, ഒരു അഭിനേത്രിയായി, അതല്ലെങ്കിൽ ഒരു വീട്ടമ്മയായി ജീവിച്ചു പോയനെ. I would have been working in some company, മീൻസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ പോകുന്നു. എനിക്ക് അന്ന് കിട്ടിയ രസതന്ത്രത്തിലെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ലോഞ്ച്, കാരണം രസതന്ത്രത്തിലെ ലോഞ്ച് സത്യൻ സാറും ലാൽ സാറും കൂടെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വന്നൊരു പ്രൊജക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഗോപി സാർ ഈ പറഞ്ഞ പോലെ കുറേ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന പടം.
എന്തുകൊണ്ട് വന്നൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഒരു പിക്ചറിൻ്റെ ഭാഗമാകാൻ പറ്റി. അന്ന് അതിൽ തന്നെ ഫസ്റ്റ് മൂവിയിലാണ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് മറ്റേ മാതൃഭൂമിയുടെ ക്യാരക്ടർ റോളിനുള്ള അവാർഡ് കിട്ടുന്നത്. സോ എന്തുകൊണ്ടും എന്താ പറയുക ഒത്തിരി ബ്ലെസ്സിങ്സ് ഒറ്റയടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അതിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്തിട്ടുള്ളത് പിന്നീടാണ് എന്ന് മാത്രം. മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. ട്രൂ ഓർ ഫാൾസ്? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് രസാന്തരം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാത്തുക്കുട്ടി കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ബട്ട് സംവെയർ ഡൗൺ ദ ലൈൻ ആസ് ആൻ ആക്ട്രസ് ഒരു വലിയ സെലിബ്രേഷൻ അത് മിസ് ചെയ്യുന്നില്ലേ മുത്തുമണിക്ക്? ആക്ടർ ലൈഫിൽ ഇല്ല, ഞാൻ എനിക്ക് മിസ് ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം മൂവി ചെയ്യുക, ബാക്ക് ടു മൈ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു മെയിൻ ലൈഫ് അപ്പോൾ കിടപ്പുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ലൈഫായിട്ടാണ് ഞാനിപ്പോൾ മൂവി. ആഫ്റ്റർ മാത്തുക്കുട്ടി ഓൾസോ ഐ എം ഹാപ്പി വിത്ത് ദ തിങ് ബിക്കോസ് പീപ്പിൾ ആർ ലൈക്കിങ് ഇറ്റ്. നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല റോളുകൾ വരുമ്പോൾ നല്ലത് ചെയ്യാമെന്നുള്ളതല്ലാണ്ട് കിട്ടുന്ന ചെറിയ റോളുകൾ ചെറുതെന്ന് വെച്ചാൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചെറിയ റോൾ ഗസ്റ്റ് റോൾ എനിക്ക് ഒരിക്കലും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. നല്ലതാണ്, ഈ ചെറിയ റോൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. മലയാള സിനിമയിൽ വലിയ നെറ്റിയുള്ളവർക്ക് വലിയ ബുദ്ധിയും വലിയ അവസരങ്ങളും വരാറുണ്ട്. ആണോ? പിന്നെ ഭരത് ഗോപി, ഞാൻ അത്രയ്ക്ക് കഷ്ടിയായോ, ഫഹദ് ഫാസിൽ, സോ മുത്തുമണി. ഓഹോ, അവർ കേൾക്കണ്ട. ഐ തിങ്ക് പിന്നെ മുത്തുമണി യു ആർ എ സ്റ്റാൻഡിങ് ആക്ട്രസ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് മുത്തുമണി ഒരു മുത്തുമണിയാണ്. ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഞാൻ ഒരുപാട് മുത്തുമണികൾ തന്നു. ആ മുത്തുമണികളൊക്കെ എണ്ണു. അതെ, എണ്ണു 1 2 3 23 നല്ല ഉത്തരങ്ങൾക്ക് 23 മുത്തുമണികൾ. ഈ മുത്തുമണി ഞാൻ തിരിച്ചെടുത്തിട്ട് ഇത് മൊത്തം മുത്തുമണിക്ക്. ഓഹോ, താങ്ക് യു.